ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 119/2025 അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ് എക്സാമിനേഷനകത്ത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻസ്ട്രുമെന്റ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചോദ്യ പേപ്പർ കോഡിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്നും അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. സോ അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് അബൌട്ട് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ എം എൻ റോയ്. ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് എന്ന് പറയുന്നത് എം എൻ റോയ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 റെക്കമെൻഡഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഫസ്റ്റ് കൺവെൻഡ് ഓൺ 9th December 1946. അതും ശരിയാണ്. B.R. Ambedkar was appointed as the president of Constituent Assembly. അത് തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ ടെമ്പററി പ്രസിഡന്റ് എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹയും അതിനുശേഷം പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയുമാണ് സെലക്ട് ചെയ്തത്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും ബാക്കി 3 സ്റ്റേറ്റ്മെന്റുകൾ ശരിയുമാണ്. സോ അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. Who is the 16th Finance Commissioner of India? ഇന്ത്യയുടെ 15th ഫിനാൻസ് കമ്മീഷണർ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നീതി ആയോഗുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് അരവിന്ദ് പനഗരി എന്ന് പറയുന്നത്. Which of the following constitutional amendment of the constitution are considered as the mini constitution? 73 and 73rd, 42nd, 44 and none of the above. 73rd ഉം 74 എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുനിസിപ്പാലിറ്റികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അതായത് പ്രിയാമ്പിളിലേക്ക് പുതിയ വേർഡുകൾ ആഡ് ചെയ്യപ്പെട്ടത് ഒക്കെ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടിലാണ്. സോ ബേസിക്കലി 42nd അമെൻമെന്റ് ആക്ട് ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി only 2 ആണ്. Which of the following cases Supreme Court of India ruled on basic structure doctrine? Basic structure doctrine പറ്റി എന്താ പറയുക, സുപ്രീം കോടതി സംസാരിച്ചത് ഏത് കേസിലാണ്? 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരം പാർലമെന്റിനുണ്ട്, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ 3 കേസുകൾ നമ്മൾ നോക്കിയാൽ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന പഴയൊരു കേസാണ്. അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയെ പറ്റി സംസാരിച്ചൊരു കേസാണ് AK ഗോപാലന്റെ കേസ് എന്ന് പറയുന്നത്. ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് വന്ന അടുത്തൊരു എന്താ പറയുക വേർഡിക്റ്റ് ആണ് മനേക ഗാന്ധി കേസിനകത്ത്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ഫോളോ ചെയ്യണം, പക്ഷെ ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫെയർ ആയിരിക്കണം, അതുപോലെ തന്നെ ജസ്റ്റ് ആയിരിക്കണം, അത് ഫെയർ ആൻഡ് ജസ്റ്റ് റീസണബിൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആയിരിക്കണം. തെന്നുള്ളതെന്ന് പറയുന്ന മിനർവ മിൽക്ക് കേസാണ്. മിനർവ മിൽക്ക് കേസ് പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യുന്ന അധികാരത്തെ ലിമിറ്റ് ചെയ്തു. ലിമിറ്റ് ദ പവർ ഓഫ് ദ പാർലമെന്റ് ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് മിനർവ മിൽക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട്. സോ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ വരുന്നത് ഓപ്ഷൻ ഡി കേശവാനന്ദ ഭാരതി കേസിലാണ്. Which constitutions of India adopted fundamental rights and directive principles of state policy? Fundamental rights എന്ന് പറയുന്നത് USA ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട് 2 എണ്ണം വരാം. ഒന്നെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ വരാം, അതുപോലെ തന്നെ സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ വരാം. സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഐഡിയ എടുത്തിരിക്കുന്നത്, അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സോ ആൻസർ എന്ന് പറയുന്നത് അമേരിക്ക ആൻഡ് ഐറിഷ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. Who described the directive principles of state policy as the novel feature of Indian Constitution? Indian Constitution novel feature ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. Which one of the following statement on citizenship is the correct one? Right to vote in elections to the Lok Sabha and State Legislative Assembly is applicable to both Indian citizens and alien.
അതായത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ലോക്സഭയിലേക്കോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കോ അതുപോലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കോ നടക്കുന്ന ഇലക്ഷന് വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ. ഏലിയൻസിന് അവകാശം ഇല്ല. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻസ് ടു ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺലി ടു ഇന്ത്യൻ സിറ്റിസൺ. കറക്റ്റ്. ഡെനീസ് ദ റൈറ്റ് ടു ഏലിയൻ. കറക്റ്റ് ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 2 is the correct. True. The command issued by the Supreme Court or High Court of India to produce a person before the court who is illegally detained by the state or any other authority. അതായത് എന്താ പറയുക, അകാരണമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന്. ടു ഹാവ് ദ ബോഡി ഓഫ് എന്നാണ് ഹേബിയസ് കോർപ്പസിന്റെ ഇതെന്ന് പറയുന്നത്. സോ ബേസിക് അത് അപ്പം ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നതും മാൻഡമസ് എന്ന് പറയുന്നതും സെർഷ്യോറി എന്ന് പറയുന്നതും ക്യൂവോ വാറണ്ടോ എന്ന് പറയുന്നതും പ്രോഹിബിഷൻ എന്ന് പറയുന്നതും എല്ലാം എന്താണ്, ഇതെല്ലാം റിറ്റുകളാണ്. റിറ്റുകൾ 5 റിറ്റുകളാണുള്ളത്. ഈ റിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിനും അതുപോലെ തന്നെ ഹൈക്കോടതിക്കുമുണ്ട്. സുപ്രീം കോടതിയുടെ റിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരത്തെ ആർട്ടിക്കിൾ 32-ലാണ് അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 32-ലാണ് റൈറ്റ് ടു ഇഷ്യൂ റിറ്റ് ഇഷ്യൂ ചെയ്യാൻ അധികാരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32-ലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് മാത്രമല്ല ഹൈക്കോടതിക്കും റിറ്റുകൾ ഇഷ്യൂ ചെയ്യാൻ അധികാരമുണ്ട്. ഹൈക്കോടതിയുടെ റിറ്റുകൾ ഇഷ്യൂ ചെയ്യാൻ അധികാരം ആർട്ടിക്കിൾ 226-ലാണ് വരുന്നത്. സുപ്രീം കോടതിയുടെ 32-ലും ഹൈക്കോടതിയിലെ ആർട്ടിക്കിൾ 226-ലാണ്. ഈ മാൻഡമസ് എന്താണ്? മാൻഡമസ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിനോട് ഒരു പർട്ടിക്കുലർ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാനായിട്ട് കോടതി ആവശ്യപ്പെടുന്നതാണ് മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത്. ദെൻ വരുന്നത് സെർഷ്യോറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഒരു ഹയർ കോർട്ട് എന്ന് പറയുന്നത് അതിന്റെ ലോവർ കോർട്ടിനോട് പറയുകയാണ് ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ് എന്നുള്ള മീനിങ്ങിൽ വരുന്ന. ഫോർ എക്സാമ്പിൾ എന്താണ്, ഒരു ലോവർ കോർട്ടിലോ അല്ലെ ട്രൈബ്യൂണലിലോ ഒരു കേസ് ഹയർ കോർട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സ്ക്വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഹയർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറയുന്നതാണ് സെർഷ്യോറിയിൽ വരുന്നത്. ക്യൂവോ വാറണ്ടോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആ ഓഫീസ് ഹോൾഡ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ അധികാരം എന്താണെന്ന് എന്താ പറയുക, ഇൻ വാട്ട് അതോറിറ്റി ഹീസ് ഓർ ഇൻ വാട്ട് ലീഗാലിറ്റി ഹീസ് ക്ലെയിം ദാറ്റ് പർട്ടിക്കുലർ ഓഫീസ് എന്ന് കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ക്യൂവോ വാറണ്ടോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന പ്രോഹിബിഷൻ ആണ്. പ്രോഹിബിഷൻ എന്ന് പറയുന്നത് ഒരു ലോവർ കോർട്ടോ ട്രിബ്യൂണലോ അവരുടെ ജൂറിസ്ഡിക്ഷന് വെളിയിലേക്ക് അവരുടെ അധികാരം കൈകടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് പ്രോഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. സോ 27 ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഓവർസീ ദി ഫംഗ്ഷനിങ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫംഗ്ഷനിങ് ഓവർസീ ചെയ്യുന്നത് ആരാണ്? ഓംബുഡ്സ്മാൻ ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡിനകത്ത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ക്ലാസ്സിനെ പറ്റി അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.